بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. تحفة المحتاج രണ്ടാം വാള്യം പേജ് 26. ഒരു വശത്തിന്മേൽ ചെരിഞ്ഞുകിടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മലർന്നു കിടന്നവനായി നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ രണ്ട് ഉള്ളങ്കാല് ഖിബിലയിലേക്കാവണം എന്നും പറഞ്ഞു. അങ്ങനെ ആയിരിക്കൽ അഫ്ളലാണ് എന്ന് ശേഷം വരുന്നുണ്ട്. വയജിബു നിർബന്ധമാകും അൻ യളഅ തഹ്ത റഅ്സിഹി അവന്റെ തലയുടെ താഴെ വെക്കൽ നഹ്വ മിഖദ്ദത്തിൻ തലയിണ പോലോത്തത് വെക്കൽ നിർബന്ധമാണ്. അതെന്തിനാണ്? ലിയസ്തഖ്ബില ബിവജ്ഹിഹി അൽ ഖിബ്ലത അവന്റെ മുഖം കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടാൻ വേണ്ടി, മുഖത്തെ ഖിബ്ലയിലേക്ക് മുന്നിടിക്കാൻ വേണ്ടി. ലസ്സമാഅ മുഖത്തെ ആകാശത്തേക്കല്ല മുന്നിടിക്കേണ്ടത്. തലയിണ വെച്ചിട്ടില്ലെങ്കിൽ മുഖം നേരെ മുകൾ ഭാഗത്ത് ആകാശത്തേക്കാണ് ഉണ്ടാകുക. അങ്ങനെയല്ല മുന്നിടേണ്ടത്. അതേസമയം ഇല്ല അൻ യകൂന ദാഖിലൽ കഅബത്തി അവൻ കഅബയുടെ ഉള്ളിലായാൽ ഒഴിച്ച്. ഏത് സ്ഥിതിയിൽ? വഹിയ മസ്ഖൂഫത്തുൻ ആ കഅബ സഖഫുള്ളതാണ്, മേൽക്കൂര ഉണ്ടാക്കപ്പെട്ടതാണ്. മേൽക്കൂര ഉള്ള കഅബയുടെ ഉള്ളിൽ വെച്ച് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ തലയിണ വേണമെന്നില്ല, അവൻ മുഖം കൊണ്ട് കഅബയിലേക്ക് മുന്നിട്ടാൽ മതി. ഔ ബി അലാഹ അല്ലെങ്കിൽ മേൽക്കൂര അല്ല, കഅബയുടെ മുകൾ ഭാഗത്തുണ്ട് ഒരു വസ്തു ഉണ്ട്, യസിഹു ഇസ്തിഖ്ബാലുഹു അതിലേക്ക് അവൻ മുന്നിടൽ സ്വഹിയാകും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഡെസ്കോ അല്ലെങ്കിൽ മറ്റു വല്ലതോ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ അവൻ മലർന്നു കിടന്നാലും മതി. അപ്പോൾ തലയിണ വെക്കണമെന്നില്ല, അവന്റെ മുഖം മുകൾ ഭാഗത്തേക്കായാൽ മതി. വഫീ ദാഖിലിഹ കഅബയുടെ ഉൾഭാഗത്ത് വെച്ച് ലഹു അവന് ജായിസാകും അൻ യുസല്ലിയ അവൻ നിസ്കരിക്കൽ ജായിസാണ് മുൻകബ്ബൻ അലാ വജ്ഹിഹി അവൻ മുഖത്തിൽ കമിഴ്ന്നവനായിട്ട് നിസ്കരിക്കാം. മലർന്നവനായി മാത്രമല്ല, കമിഴ്ന്നു കിടന്നവനായിട്ടും നിസ്കരിക്കാം. വലൗ മഅ ഖുദ്റത്തിഹി അലൽ ഇസ്തിൽഖായി മലർന്നു കിടക്കാൻ അവന് കഴിവുണ്ട് എന്നതിനോടുകൂടെയാണെങ്കിലും ശരി. ഫീമാ യളുഹറു ലാഹിറാകുന്ന അഭിപ്രായമനുസരിച്ച്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവന് മലർന്നു കിടന്ന് നിസ്കരിക്കാം. കഅബയിലാവണമെങ്കിൽ കമിഴ്ന്നു കിടന്നും നിസ്കരിക്കാം. ലിസ്തിവാഇൽ കൈഫിയത്തൈനി ഫീ ഹഖ്ഖിഹി ഹീനൈദിൻ അന്നേരത്ത് അവന്റെ ഹഖ്ഖിൽ രണ്ട് കൈഫിയത്തും സമമാണ്. മലർന്നു കിടക്കലും കമിഴ്ന്നു കിടക്കലും രണ്ടും ഒരുപോലെയാണ്. വൈൻകാനൽ ഇസ്തിൽഖാഉ ഔല മലർന്നു കിടക്കലാണ് ഏറ്റവും നല്ലത്. എന്നാലും ശരി, രണ്ടും അവന് ജായിസാണ്. അപ്പോ മലർന്നു കിടക്കുന്നവനെ പോലെ കമിഴ്ന്നു കിടന്നും അവന് നിസ്കരിക്കാം. വയളുഹറു ലാഹിറാകുന്നത് അന്ന ഖൗലഹും ഫുഖഹാഇന്റെ വാക്ക് വ അഖ്മസാഹു ഔ റിജ്ലാഹു ലിൽ ഖിബ്ലത്തി കൽ മുഹ്തളരി രണ്ട് ഉള്ളങ്കാല്, ഔ റിജ്ലാഹു അല്ലെങ്കിൽ രണ്ട് കാല്, ലിൽ ഖിബ്ലത്തി ഖിബിലയിലേക്കായിരിക്കണം, കൽ മുഹ്തളരി മരണം ആസന്നമായവൻ കിടക്കുന്നത് പോലെ ഖിബിലയിലേക്കാവണം എന്ന് ഫുഖഹാ പറഞ്ഞ വാക്ക്
മലർന്നു കിടന്ന് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ആവണം എന്ന് പറഞ്ഞ വാക്ക് ലി ബയാനിൽ അഫ്ളലി ഏറ്റവും അഫ്ളലായ രൂപം വിശദീകരിച്ചതിനു വേണ്ടി പറഞ്ഞതാണ്. അതിനാൽ ഫലാ യദുറു ബുദ്ധിമുട്ടാവുകയില്ല ഇഖ്റാജുഹുമാ കാല് അതല്ലെങ്കിൽ ഉള്ളംകാല് അത് രണ്ടിനെയും പുറത്താക്കൽ അൻഹ ഖിബിലയെ തൊട്ട് പുറത്താക്കൽ അത് കുഴപ്പമില്ല. മുഖം മാത്രമേ ഖിബിലയിലേക്ക് മുന്നിടിക്കേണ്ടതുള്ളൂ. മുഖത്തിന്റെ അടിയിൽ തലയിണ വെച്ചാൽ അത് സാധിക്കും. എന്നിട്ട് കാല് അല്ലെങ്കിൽ ഉള്ളംകാല് മറ്റൊരു വശത്തേക്ക് നീക്കിയാലും നിസ്കാരം സഹിയാകും. ഖിബിലയിലേക്കല്ലാത്ത വേറൊരു ഭാഗത്തേക്ക് നീക്കിയാലും ശരിയാകും. എന്താണ് കാരണം? ലി അന്നഹു ലാ യംനഉ ഇസ്മൽ ഇസ്തിൽഖാഇ മലർന്നു കിടക്കുക എന്ന പേര് ഇതിന് തടസ്സമല്ല. ലി അന്നഹു ഈ കാല് അല്ലെങ്കിൽ ഉള്ളംകാല് കിബിലയിൽ നിന്ന് മാറ്റിവെക്കൽ, കിബിലയുടെ ഭാഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കൽ, ലാ യംനഉ അത് തടസ്സമാവുകയില്ല. ഇസ്മൽ ഇസ്തിൽഖായി മലർന്നു കിടക്കുക എന്ന പേരിന് അത് തടസ്സമല്ല. കാല് സൈഡാക്കി വെച്ചാലും മലർന്നു കിടക്കുക എന്ന് അതിനെപ്പറ്റി പറയും. അതേസമയം വൽ ഇസ്തിഖ്ബാലു ഖിബ്ലക്ക് മുന്നിടൽ ഹാസുലും ബിൽ വജ്ഹി അത് മുഖം കൊണ്ട് തന്നെ നടക്കുകയും ചെയ്യും, മുഖം കൊണ്ട് കരസ്ഥമാകും. കമാ മറ മുമ്പ് പറഞ്ഞതുപോലെ തലയിണ മുഖത്തിനടിയിൽ തലയുടെ അടിയിൽ വെച്ചാൽ ഖിബ്ലക്ക് മുന്നിടൽ നടക്കും. അത്രയേ നിർബന്ധമുള്ളൂ. ഫലം യജിബ് അത് നടക്കുമെങ്കിൽ ഫലം യജിബ് നിർബന്ധമില്ല, ഖിബ്ലക്ക് മുന്നിടൽ നിർബന്ധമില്ല. ബിഗൈരിഹി മുഖം അല്ലാത്ത ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഖിബ്ലക്ക് മുന്നിടിക്കൽ നിർബന്ധമില്ല. മറ്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മിമ്മ ലം യുഹദിൽ ഇസ്തിഖ്ബാലു ബിഹി ആ ഭാഗങ്ങളെ കൊണ്ട് ഖിബ്ലക്ക് മുന്നിടൽ അറിയപ്പെടാത്ത ഭാഗങ്ങൾ. അതായത് രണ്ട് കാലാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവങ്ങൾ, അതൊന്നും ഖിബ്ലക്ക് മുന്നിടൽ അവകളെ കൊണ്ട് അറിയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള മറ്റു ഭാഗങ്ങളെ കൊണ്ട് ഖിബ്ലക്ക് മുന്നിടിക്കൽ നിർബന്ധം ഇല്ല. അപ്പൊ ഉള്ളംകാലോ അല്ലെങ്കിൽ രണ്ട് കാലോ ഖിബ്ലയുടെ ഭാഗത്തുനിന്ന് മാറ്റിവെച്ച് തലയുടെ ചുവട്ടിൽ തലയിണ വെച്ചാലും മുഖം ഖിബ്ലക്ക് മുന്നിട്ട് ആൽ തന്നെ മതിയാകുന്നതാണ്. നഅം പക്ഷേ ഈ ഫുരിള സങ്കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ തഅസ്സുറുഹു ബിൽ വജ്ഹി മുഖം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടൽ പ്രയാസമാണ് എന്ന് നാം സങ്കൽപ്പിക്കപ്പെട്ടാൽ, അതുകൊണ്ടും നടക്കുന്നില്ലെങ്കിൽ ലം യബ്ഉദ് ബഈദല്ല വിദൂരമല്ല ഈജാബുഹു ബിർരിജ്ലി കാലുകൊണ്ടെങ്കിലും ഖിബ്ലക്ക് മുന്നിടിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് ബഈദല്ല. ഹീനൈദിൻ ഇത്തരം ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ കാല് ഖിബ്ലക്ക് മുന്നിട്ടാൽ മതി എന്ന് പറയൽ ബഈദല്ല. തഹ്സീലൻ ലഹു ബിബഅദിൽ ബദനി അതെന്തിനു വേണ്ടി? തഹ്സീലൻ ലഹു ഖിബ്ലക്ക് മുന്നിടുക എന്ന കാര്യം അവന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, ബിബഅദിൽ ബദനി ശരീരത്തിന്റെ അല്പഭാഗം കൊണ്ടെങ്കിലും, മാ അംകനഹു അവന് സാധിക്കുന്നത്ര കഴിവിന്റെ പരമാവധി ശരീരത്തിന്റെ ബഅദ് മുഖം കൊണ്ട് പറ്റുന്നില്ല, നെഞ്ഞുകൊണ്ട് പറ്റുന്നില്ല, ഒന്നുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കാലുകൊണ്ടെങ്കിലും ഖിബ്ലക്ക് മുന്നിടുക എന്നത് ലഭിക്കാൻ വേണ്ടി അത് നിർബന്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ബഈദല്ല വിദൂരമല്ല. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.